അയ്യപ്പ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അക്ഷയ കാറ്ററിംഗ് തൊടുപുഴ, കോസ്പോൺസേഡ് ബൈ വുഡ്ലാൻഡ് പ്യുവർ വെജിറ്റേറിയൻ ഹോട്ടൽ തൊടുപുഴ. കാൽനൂറ്റാണ്ടിന്റെ വിശ്വസ്ത പാരമ്പര്യവുമായി അക്ഷയ കേറ്ററിംഗ് തൊടുപുഴ. ആഘോഷങ്ങൾ ഏതുമാവട്ടെ, എല്ലാത്തരം വെജ് നോൺ വെജ് വിഭവങ്ങളും പൂർണ്ണ ഉത്തരവാദിത്തത്തോടെ നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നു. നിങ്ങളുടെ നാവിലെ രസമുകുളങ്ങളെ തൊട്ടുണർത്തുന്ന രുചി വൈവിധ്യങ്ങൾ, സ്വാദിൽ ഒരൽപ്പം പോലും വിട്ടുവീഴ്ചയില്ലാതെ, പാരമ്പര്യ തനിമ നഷ്ടപ്പെടാതെ വിഭവസമൃദ്ധമായി നിങ്ങളുടെ ആഘോഷങ്ങളെ വരവേൽക്കൂ. അക്ഷയ കേറ്ററിംഗ് തൊടുപുഴയ്ക്കൊപ്പം ഫോൺ 9744406785. അക്ഷയ കേറ്ററിംഗ് തൊടുപുഴ. ഹൈറേഞ്ചിന്റെ കവാടമായ തൊടുപുഴയിൽ രുചിവൈവിധ്യങ്ങളുടെ നിറക്കലവറയായി വുഡ്ലാൻഡ്സ് വെജിറ്റേറിയൻ ഹോട്ടൽ. കൈപുണ്യത്തിന്റെ മികവ് തെളിയിച്ചുകൊണ്ട് വിവിധയിനം ദോശകൾ, നോർത്ത് ഇന്ത്യൻ, ചൈനീസ് എന്നിങ്ങനെ കലർപ്പില്ലാത്ത വെജിറ്റേറിയൻ വിഭവങ്ങൾ. ഗ്രഹാതുരത്വം തുളുമ്പുന്ന അന്തരീക്ഷത്തിൽ വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ വുഡ്ലാൻഡ്സ് വെജിറ്റേറിയൻ ഹോട്ടൽ, തൊടുപുഴ മൂവാറ്റുപുഴ റോഡ്, മടക്കത്താനം, കൊച്ചങ്ങാടി. ഇരട്ടി മധുരവുമായി വുഡ്ലാൻഡ് സ്വീറ്റ്സ് എന്ന മധുരക്കലവറയിൽ. ഞങ്ങളുടെ മറ്റൊരു സഹോദര സ്ഥാപനം വിജയ ബ്രിക്സ്, മടക്കത്താനം, കൊച്ചങ്ങാടി. സ്വാമി ശരണമയ്യപ്പ, സ്വാമി ശരണമയ്യപ്പ, ഹരിഹരസുതനാനന്ദചിത്തനയ്യനയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പ. മുൻ എപ്പിസോഡുകളിൽ ശബരിമല തീർത്ഥാടന വേളയിൽ നമുക്ക് ലഭ്യമാകുന്ന തീർത്ഥങ്ങളെക്കുറിച്ചാണ് സൂചിപ്പിച്ചത്. ആ തീർത്ഥങ്ങളിൽ പ്രധാനം എന്ന് ചൂണ്ടിക്കാണിച്ച് ഉരൽക്കുഴി തീർത്ഥം എന്ന് സാധാരണ ജനങ്ങൾ പറയുന്ന കുംഭതള തീർത്ഥത്തെ ഒന്ന് സ്പർശിച്ച് വിട്ടിരുന്നു. പക്ഷേ അത് പോരാ. കുംഭതള തീർത്ഥം അഥവാ ഉരൽക്കുഴി തീർത്ഥം എന്ന് പറയുന്നത് തീർത്ഥാടന വേളയിൽ നമുക്ക് ലഭ്യമാകുന്ന ത്രിവേണി സംഗമത്തോടൊപ്പമോ ഒരുപക്ഷെ അതിലുപരിയോ പുണ്യം നൽകുന്ന തീർത്ഥമാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്ന് ചോദിച്ചാൽ, ദേവകൾ പൂജാ സമയത്ത് ശബരീശനെ അഭിഷേകം ചെയ്യാനായി, ശ്രീധർമ്മശാസ്താവിനെ അഭിഷേകം ചെയ്യാനായി ഉപയോഗിക്കുന്ന ആകാശഗംഗാ തീർത്ഥമാണ് ഉരൽക്കുഴി തീർത്ഥത്തിലൂടെ ഭൂമിയിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. അതിൻ്റെ തീർത്ഥം എന്ന നിലയിൽ ആ സ്ഥലത്തിനും ആ തീർത്ഥത്തിനും ഉള്ള പ്രാധാന്യം എത്രമാത്രം വലുതാണ് എന്ന് നമുക്ക് വെളിവാക്കി തരുന്ന ഒരു കഥ പുരാണങ്ങളിൽ നിന്നും അടർത്തിയെടുത്തത് നമുക്ക് ലഭ്യമാകുന്നുണ്ട്. അയ്യപ്പ ഭാഗവതത്തിലൂടെ, അതേപോലെ തന്നെ അയ്യപ്പ ഗീതയിലൂടെ ഈ തീർത്ഥത്തിൻ്റെ, ഒരു കുംഭതള തീർത്ഥത്തിൻ്റെ അഥവാ ഉരൽക്കുഴി തീർത്ഥത്തിൻ്റെ പവിത്രത നമ്മെ ബോധ്യപ്പെടുത്തി തരുന്നത് അല്പം വിവരണത്തോടുകൂടി നാം അറിഞ്ഞിരിക്കേണ്ടതാണ്. ശബരിമല യാത്രയിൽ പമ്പാതീർത്ഥത്തിൻ്റെ പ്രത്യേകത, പേരൂർത്തോടിൻ്റെ, കരിയിലാന്തോടിൻ്റെ, ഇങ്ങനെ ഓരോന്നും, ആഴുതയുൾപ്പെടെയുള്ളതിൻ്റെ വ്യത്യസ്ത ഭാവങ്ങളും അതിൻ്റെ ഗുണപ്രദമായ ഭാഗങ്ങളും വിശദീകരിച്ചിട്ടുള്ളതുകൊണ്ട് അതിനേക്കാളേറെ പ്രാധാന്യം അർഹിക്കുന്നതായതുകൊണ്ടാണ് ഈ ഉരൽക്കുഴി തീർത്ഥത്തിന് മാത്രമായി ഇതുപോലൊരു എപ്പിസോഡ് എടുക്കാനായി കാരണമായത്. നമുക്കതിലേക്ക് പ്രവേശിക്കാം. കാലങ്ങൾക്കപ്പുറത്ത് പാണ്ഡ്യദേശത്ത് വസിച്ചിരുന്ന സർവഗുണ സമ്പന്നനായ ഒരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു. അദ്ദേഹം സകല വിധത്തിലുള്ള ഐശ്വര്യങ്ങളും നേടിയിരുന്നയാളാണ്. അയ്യപ്പ ഗീതയിലും പരാമർശിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ദ്വാപരയുഗത്തിൽ പാണ്ഡ്യദേശത്ത് ഉത്തമനും സൽഗുണസമ്പന്നനും ധീരനും പണ്ഡിതനും ആചാര മര്യാദകളിൽ കണിശക്കാരനുമായ ഒരു ബ്രാഹ്മണൻ വസിച്ചിരുന്നു. വിദ്യാദേവതയായ സരസ്വതിയും
ഐശ്വര്യദേവതയായ ലക്ഷ്മിയും ലോപം കൂടാതെ അദ്ദേഹത്തെ അനുഗ്രഹിച്ചിരുന്നു. പരമസാധ്യയായ ഭാര്യയോടൊപ്പം തൻ്റെ ധനസമൃദ്ധി സൽക്കർമ്മങ്ങൾക്കും മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായ കാര്യങ്ങളിലും കൈയയച്ച് സഹായകരമായി പ്രവർത്തിച്ച് ജീവിച്ചിരുന്നയാളായിരുന്നു അദ്ദേഹം. ഇപ്രകാരമൊക്കെയാണെങ്കിലും അദ്ദേഹത്തിനും ഭാര്യയ്ക്കും തീരെ മനസ്സുഖം ഉണ്ടായിരുന്നില്ല. അവരെ ഒരു മനോവേദന വല്ലാതെ അലട്ടിയിരുന്നു. വിവാഹിതരായിട്ട് വർഷങ്ങൾ കടന്നുപോയി. ഒരു കുഞ്ഞു വേണമെന്ന അവരുടെ അദമ്യമായ ആഗ്രഹം മരീചികയായി മാറി. ജപ ധ്യാനാദികളിൽ മുഴുകി സൽക്കർമ്മ നിരതരായി അവർ ജീവിതം അങ്ങനെ തുടർന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം, ഒരു സായം സന്ധ്യയിൽ അതുല്യ തേജസ്വിയായ ഒരു വൃദ്ധൻ, ഒരു താപസി, ഒരു സന്യാസി അവരുടെ വാസസ്ഥലത്തെത്തി. ആതിഥ്യമര്യാദകളോടെ അവർ അദ്ദേഹത്തെ സ്വീകരിച്ചു. അത്യധികം സന്തുഷ്ടനായ സന്യാസി തൻ്റെ ഇരുകരങ്ങളും ബ്രാഹ്മണൻ്റെ ശിരസിൽ വെച്ച് അനുഗ്രഹിച്ചു. എന്നിട്ട് പറഞ്ഞു, എല്ലാം ഉണ്ടായിട്ടും നിങ്ങളുടെ രണ്ടുപേരുടെയും മനസ്സ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പുത്രശോകത്താൽ ഏറെ ഖിന്നരാണ് നിങ്ങൾ. നാം അതറിയുന്നു. ഇതിനുള്ള പോംവഴി നാം നിർദ്ദേശിക്കുന്നു. അതുപോലെ ചെയ്യുക. നിങ്ങൾ അനുഭവിക്കുന്ന അനപത്യതാ ദുഃഖം തീർത്തു തരാൻ കഴിയുന്ന ഒരു ശക്തിവിശേഷം ത്രിമൂർത്തികളും ആരാധനയോടെ നോക്കിക്കാണുന്ന പരമാത്മസ്വരൂപിയായ സാക്ഷാൽ ശ്രീധർമ്മശാസ്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. ഒട്ടും സംശയമേ വേണ്ട എന്ന് പറഞ്ഞ് താരക ബ്രഹ്മത്തിൻ്റെ ഗുണഗണങ്ങൾ ഉപദേശിക്കുകയും 14 ലോകങ്ങളിലും വസിക്കുന്ന ജീവാത്മാക്കൾക്ക് പരമാത്മാവിൽ വിലയം പ്രാപിക്കുവാനുള്ള ഏകമാർഗം പരമ്പൊരുളായ ശ്രീധർമ്മശാസ്ത്ര ഭജനവും വിശ്വാസവും മാത്രമാണെന്ന് ബോധ്യപ്പെടുത്തുകയും ചെയ്തു. വരാൻ പോകുന്നത് കലികാലമാണെന്നും കലികാലത്തിൻ്റെ കാഠിന്യത്തിൽ നിന്നും മോചനത്തിനുള്ള ഏകമാർഗം ധർമ്മശാസ്ത്ര ഭജനവും വിശ്വാസവും ആചരണവും മാത്രമാണെന്നും അദ്ദേഹം ദമ്പതിമാരെ ഓർമ്മപ്പെടുത്തി. തുടർന്ന് അവരുടെ വാസസ്ഥലത്തു നിന്നും ശ്രീധർമ്മശാസ്ത്ര ദർശനത്തിനായി പോകേണ്ടുന്ന വഴി കൃത്യമായി അറിയിച്ചു. പമ്പയിൽ എത്തിയാൽ ചെയ്യേണ്ടുന്ന കർത്തവ്യങ്ങളെക്കുറിച്ച് ആചരണങ്ങളെക്കുറിച്ചും ബോധ്യപ്പെടുത്തി. അയ്യപ്പസ്വാമിയെ മനസ്സിൽ സ്ഥിരപ്രതിഷ്ഠ നടത്തി യാത്ര മുന്നേറുമ്പോൾ നീലിമല എത്താമെന്നും ഉത്തുംഗമായ നീലിമല കയറിയാൽ അവിടെ ശ്രീരാമഭക്തയും മഹാതപസ്വിനിയുമായ ശബരിമാതാവിൻ്റെ പർണശാലയിലെത്താമെന്നും അവിടെ വച്ച് ആഗ്രഹ സ്ഫൂർത്തി വരുത്തുന്നതിനുള്ള കൃത്യമായ മാർഗം ശബരിമാതാവ് അരുൾ ചെയ്യുമെന്നും സന്യാസി പ്രവരൻ ഉപദേശിച്ചു. രാത്രിയിൽ എല്ലാവരും വിശ്രമത്തിനും നിദ്രയ്ക്കുമായി തയ്യാറായി. എന്നാൽ പിറ്റേന്ന് രാവിലെ സന്യാസിയെ വന്ദിക്കുവാൻ തയ്യാറായി ബ്രാഹ്മണ സത്തമൻ എത്തുമ്പോൾ അത്ഭുതമെന്ന് പറയട്ടെ, അദ്ദേഹം അപ്രത്യക്ഷനായിരിക്കുന്നു. സന്യാസിയുടെ വാക്കുകൾ പൂർണ്ണമായും വിശ്വസിച്ച ബ്രാഹ്മണൻ താരക ബ്രഹ്മത്തെ വാഴ്ത്തി സ്തുതിച്ച് ശബരിമാതാവിൻ്റെ പർണശാല ലക്ഷ്യമാക്കി വ്രതധാരണത്തോടെ യാത്രയായി. അവിടെ ചെന്നു കഴിഞ്ഞാൽ ശബരിമാതാവ് ബാക്കി കാര്യങ്ങൾ ഉപദേശിക്കുന്നത് കേൾക്കുവാനും അതനുസരിക്കുവാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും വെമ്പൽ പൂണ്ട് ആ ബ്രാഹ്മണൻ വല്ലാതെ ത്വര പൂണ്ടു. ഒരു വിധത്തിൽ ശബരിമാതാവിൻ്റെ ആശ്രമത്തിൽ എത്തിയപ്പോൾ ശബരിമാതാവ് ധ്യാനത്തിൽ മുഴുകി പരമാത്മാ സ്വരൂപത്തിൽ ലയിച്ച് സന്തുഷ്ടയായി ഇരിക്കുകയാണെന്ന് മനസ്സിലായി. ശബരിമാതാവിന് 3 വലം വച്ച് സാഷ്ടാംഗം നമസ്കരിച്ച് ധ്യാനത്തിൽ നിന്നും മനസ്സിനെ അടർത്തിയെടുത്ത ശബരി ദേവി വിപ്രനെ അനുഗ്രഹിച്ചു പറഞ്ഞു, നിന്റെ ആഗ്രഹം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. അതിനുള്ള പോംവഴി ഞാൻ പറഞ്ഞു തരാം. അതുപോലെ പ്രവർത്തിച്ചുകൊള്ളൂ. ഫലപ്രാപ്തി ഛടുതിയിൽ ഉണ്ടാവും. സാക്ഷാൽ പരബ്രഹ്മമൂർത്തിയായ ശ്രീധർമ്മശാസ്താവിൻ്റെ അനുഗ്രഹം കൊണ്ട് നിന്റെ ആഗ്രഹം സഫലീകൃതമാകുന്നതിനുള്ള സമയം ഏതാണ്ട് സമാഗതമായിരിക്കുന്നു. ഇവിടെ നിന്നും അല്പം വടക്കോട്ട് മാറി മുന്നോട്ട് നടന്നാൽ
അവിടെ ഒരു ചെറിയ എന്നാൽ അതിശക്തമായ ഒരു നീരുറവ കാണാം. ആ നീരുറവയിൽ നിന്ന് നേരിട്ട് സ്നാനം ചെയ്യണമെങ്കിൽ ശബരീശ ഭക്തിയും പരബ്രഹ്മ സ്വരൂപ ധ്യാനവും പൂർണ്ണമായും ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കൂ. ഇല്ലാത്തവർക്ക് അതിൻ്റെ ശക്തി താങ്ങാൻ കഴിയില്ല. പണ്ട് ആകാശഗംഗ ഭഗീരഥൻ ഭൂമിയിലേക്ക് വരുത്തുന്നതിനും പൂർവികർക്ക് മോക്ഷം നൽകുന്നതിനും വേണ്ടി തപസ് ചെയ്ത് വരുത്തിയ ഭഗീരഥ പ്രയത്നത്തിൻ്റെ കഥ ഇവിടെ അത് പ്രസക്തിയില്ലാത്തതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. ഇവിടെ ഈ ജലധാര ഉണ്ടാവുന്നതിന് കാരണമായിട്ടുള്ളത് ദേവന്മാർ ദിനം തോറും താരകബ്രഹ്മമൂർത്തിയെ അഭിഷേകം നടത്തുന്നതിന് ഉപയോഗിക്കുന്ന ആകാശഗംഗാ ജലപ്രവാഹമാണ് ഈ പവിത്ര തടിനി എന്ന് മനസ്സിലാക്കുക. സ്വതവേ ആകാശഗംഗ പവിത്രമാണ്. അതിലേറെ ശ്രീധർമ്മശാസ്താവിൻ്റെ അഭിഷേകജലം എന്ന് പറയുമ്പോൾ സകല ദേവതാസാരമായ ഭൂതനാഥൻ്റെ ശക്തി സ്രോതസ്സായി ഈ നീരുറവയുടെ ഗുണം അഥവാ പുണ്യം ശതഗുണീഭവിക്കും. ഇപ്രകാരമുള്ള പരമപവിത്രയായ ഈ ആകാശഗംഗാജലം സമാഹരിച്ച് കുളിക്കുന്നതിന് ഞാനൊരു മൺകുടം നിനക്ക് നൽകാമെന്നും അതിൽ ജലം ശേഖരിച്ച് കുളിച്ചാൽ നിങ്ങളുടെ മനോവാഞ്ചിതമെല്ലാം സാധ്യമാകും എന്ന് ശബരി പറഞ്ഞു. അതനുസരിച്ചിട്ട് ശബരി മാതാവ് ഒരു മൺകുടം വിജയന് നൽകി. മൺകുടവുമായി വിജയൻ യാത്ര തുടർന്നു. നീരുറവയുടെ സമീപത്തെത്തി. ഈശ്വര ചിന്തയോടെ, അതിലേറെ ധർമ്മശാസ്ത്ര ചിന്തയോടെ ആ കുടം നീട്ടി ജലം ശേഖരിക്കുവാൻ ശ്രമിച്ചു. നിർഭാഗ്യമെന്ന് പറയട്ടെ, വെള്ളത്തിൻ്റെ ശക്തിയാൽ കുടം ബ്രാഹ്മണൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോവുകയും പല കഷണങ്ങളായി പൊട്ടിച്ചിതറുകയും ചെയ്തു. പെട്ടെന്ന് തന്നെ വളരെ അത്ഭുതകരമായ ഒരു തുടർക്കാഴ്ച ലഭ്യമായി. പൊട്ടിച്ചിതറിയ മൺകുടം ഒരുമിച്ച് ചേർന്ന് ചേതോമനോഹരമായ ഒരു താമരപുഷ്പത്തിൻ്റെ രൂപത്തിൽ ഒരാൾക്ക് ഇറങ്ങി മുങ്ങുവാൻ തക്ക വലിപ്പത്തിലുള്ള ഒരു കുഴി സംജാതമായിരിക്കുന്നു. കുഴി നിറയെ ജലവും രൂപപ്പെട്ടു. ശ്രീധർമ്മശാസ്താവിനെ നനച്ച് രൂപം മനസ്സിൽ ധ്യാനിച്ചുറപ്പിച്ച് തൻ്റെ മനോവാഞ്ചിതം ധർമ്മശാസ്താവിൻ്റെ കാൽക്കൽ സമർപ്പിച്ച് വിജയൻ ആ ചെറുകുഴിയിൽ ഇറങ്ങി മുങ്ങി നിവർന്ന വിജയൻ്റെ ഭൗതിക ശരീരത്തിൽ നിന്നും അനേകം കറുത്ത ചിറകുള്ള പക്ഷികൾ ചിറകടിച്ചുയരുകയും അല്പസമയത്തിനുള്ളിൽ അവയെല്ലാം ചിറക് കരിഞ്ഞ് ചത്തുവീഴുകയും ചെയ്തു. ബ്രാഹ്മണൻ ഭയത്താൽ തളർന്നുപോയി. ഈ അവസരത്തിൽ ഒരശരീരി കേൾക്കാൻ ഇടയായി. നിങ്ങളുടെ മുജ്ജന്മ പാപങ്ങളാണ് ഇപ്പോൾ ഈ ചിറക് കരിഞ്ഞ് ചത്തുവീണ പക്ഷികളെല്ലാം. ഈ പവിത്രമായ ജലത്തിലെ സ്നാനം കൊണ്ട് സർവപാപ വിമുക്തി നേടിയ താങ്കൾക്ക് ആഗ്രഹപൂർത്തികളെല്ലാം സംഭവിക്കും എന്ന് അദൃശ്യവാണി പൂർത്തിയായതോടൊപ്പം ദേവകൾ പുതുമലരുകൾ തൂകി, അതായത് പുഷ്പാഭിഷേകം ചെയ്ത് ആശീർവദിക്കുകയും ചെയ്തു. ഈ സമയത്ത് ബാലശാസ്താവ് ബാലനായ അയ്യപ്പസ്വാമിയായി ബ്രാഹ്മണൻ്റെ മുന്നിലെത്തി. അനുഗ്രഹം ചൊരിഞ്ഞു. മനസ്സിലുള്ള ആഗ്രഹങ്ങളൊക്കെ ഫലവത്താകാൻ ഈ അനുഗ്രഹം നിനക്ക് ലഭിക്കുന്നു എന്നരുളി ചെയ്ത് അയ്യപ്പൻ മറഞ്ഞു. ബാലശാസ്താവ് ബാലനായ അയ്യപ്പസ്വാമിയുടെ രൂപത്തിൽ പ്രത്യക്ഷനായ ദൃശ്യം വിജയനെ വല്ലാത്തൊരാഗ്രഹത്തിന് അടിമയാക്കി. സംശയലേശമന്യേ അദ്ദേഹം ശ്രീധർമ്മശാസ്താവിനോട് തനിക്ക് പുത്രനായി പിറക്കണമെന്ന് ആഗ്രഹം അറിയിച്ചു. ശ്രീധർമ്മശാസ്താവ് മറുപടി നൽകിയത് ഇങ്ങനെ: അടുത്ത ജന്മത്തിൽ ഉറപ്പായും ഞാൻ അങ്ങയുടെ പുത്രനായി ജനിക്കാം. ഈ ജന്മത്തിൽ നിങ്ങൾക്ക് പുത്രസാഫല്യം ഉറപ്പായും പ്രദാനം ചെയ്യുന്നു. കുംഭതീർത്ഥ സ്നാനം കൊണ്ട് അഷ്ടപാപങ്ങളിൽ നിന്നുള്ള മോചനമാണ് ഈ മഹത്തായ തീർത്ഥത്തിലെ സ്നാനം കൊണ്ട് നമുക്ക് ലഭ്യമാകുന്നത്. അഷ്ടപാപങ്ങൾ എത്ര ജന്മം നമുക്ക് ലഭിച്ചാലും അതിൽ നിന്നുള്ള മോചനം വിശുദ്ധ തീർത്ഥങ്ങളിലെ സ്നാനം കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഏതെല്ലാം തരത്തിലുള്ള പാപങ്ങളാണ് ഈ 8 പാപ വസ്തുക്കൾ എന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. ആദ്യത്തേത് വിശ്വാസഘാതകമാണ്. വിശ്വാസഘാതകം എന്ന് പറഞ്ഞാൽ പരസ്പരം പറഞ്ഞ് വിശ്വസിപ്പിച്ചതിന് ശേഷം അതിൽ നിന്നും ഏകപക്ഷീയമായി മാറിക്കൊണ്ട് തൻ്റെ
പ്രവർത്തകനെ അഥവാ കൂട്ടാളിയെ വഞ്ചിക്കുന്നതാണ് വിശ്വാസഘാതകം. രണ്ടാമത്തേത് സ്ഥേയമാണ്. സ്ഥേയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരസ്പരം വിശ്വാസത്തിൻ്റെ മറ്റൊരു ഭാഗമാണ് അത് കാണിക്കുന്നത്. മൂന്നാമത്തേത് സുരാപാനമാണ്. സുരാപാനം എന്നുദ്ദേശിക്കുന്നത് മദ്യപാനമാണ്. മദ്യപാനത്തിൻ്റെ ഏറ്റവും ആത്യന്തികമായ ഫലം എന്നുദ്ദേശിക്കുന്നത് നാശമാണ് എന്ന് ഒറ്റ വാക്കിൽ ചൂണ്ടിക്കാണിക്കട്ടെ. നാലാമത്തേത് കൃത്യവിലോപമാണ്. എന്താണ് കൃത്യവിലോപം? ഏറ്റെടുത്ത് നടത്താം എന്ന് തീരുമാനിച്ച പല കാര്യങ്ങളും ഏറ്റെടുത്തത് മാത്രമല്ലാണ്ട് യാതൊരു കാരണവശാലും അതിൻ്റെ മുന്നോട്ടേക്കുള്ള പ്രയാണത്തിന് തയ്യാറാവാതെ ആ ഏറ്റെടുത്ത ദൗത്യം അവസാനിപ്പിച്ച് കളയുന്നതാണ് കൃത്യവിലോപം. അഞ്ചാമത്തേത് അസൂയയാണ്. അസൂയ എന്ന് ഉദ്ദേശിക്കുന്നത് മറ്റുള്ളവരുടെ ഉന്നമനത്തിൽ, മറ്റുള്ളവരുടെ ഏതെങ്കിലും തരത്തിലുള്ള ഉയർച്ചയിൽ ഉണ്ടാകുന്ന മ്ലേച്ഛമായ വികാരമാണ് അസൂയ എന്ന് പറയുന്നത്. യോഷാകേളി എന്നുദ്ദേശിക്കുന്നത് ഏവർക്കും അറിയാം, അത് അന്യ സ്ത്രീ സംസർഗമാണ്. പിന്നീട് ജന്തുഹത്യ. ജന്തുഹത്യ എന്താണെന്ന് പ്രത്യേകിച്ച് അതിനൊരു വിശദീകരണം ആവശ്യമില്ല, നമുക്ക് ചുറ്റുപാടും കാണുന്നത് അതുതന്നെ. മറ്റുള്ളവരോട് വൈരാഗ്യം പുലർത്തുക. തനിക്ക് ഇഷ്ടമല്ലാത്ത ഏതെങ്കിലും ഒരു കാര്യത്തിൽ സഹകരിച്ച് നിൽക്കാൻ തയ്യാറാകുന്ന മറ്റ് ജനങ്ങളോട് തോന്നുന്ന ആ ഒരു മാനസിക ഭാവമാണ് വൈരാഗ്യം എന്ന് പറയുന്നത്. ഇത് എത്ര ജന്മമെടുത്താലും പശ്ചാത്താപ വിവശനായി മഹൽ തീർത്ഥ സ്നാനങ്ങളോടെ മാത്രമേ നശിക്കുകയുള്ളൂ. അങ്ങനെയുള്ള തീർത്ഥങ്ങളിൽ സർവപ്രധാനമായത് കുംഭതള തീർത്ഥം എന്ന് വിശ്വാസികൾ ബോധ്യപ്പെടണം. ഈ ജന്മം കഴിഞ്ഞ് പിന്നീടുണ്ടാകുന്ന ജന്മത്തിൽ ഞാൻ നിനക്ക് പുത്രനായി സേവകനായി നിന്നോടൊപ്പം ഉണ്ടാകും എന്ന് മാത്രമല്ല, അന്ന് ഞാൻ നിനക്ക് ബ്രഹ്മോപദേശങ്ങൾ നൽകും. ശ്രീധർമ്മശാസ്താവ് ബാലസ്വരൂപത്തിൽ വന്നെത്തി അനുഗ്രഹാശിസുകൾ ചൊരിഞ്ഞുകൊണ്ട് പറഞ്ഞ് അവസാനിപ്പിച്ച ഭാഗമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. അങ്ങനെ ഈ തവണ നിനക്ക് പുത്രനായി ജനിക്കാൻ നിവൃത്തിയില്ല, പക്ഷേ നിൻ്റെ അനപത്യതാ ദുഃഖം പോക്കും, നിനക്ക് കുട്ടികൾ ഉണ്ടായിരിക്കും. അടുത്ത ജന്മത്തിൽ നീ മനുഷ്യനായി അവതരിക്കുമ്പോൾ നിനക്ക് ഞാൻ പുത്രനായി ജനിക്കും. നിനക്ക് ഏറ്റവും അവസാനം ഞാൻ തന്നെ, അതായത് പുത്രനായി ജനിക്കുന്ന ഞാൻ തന്നെ ബ്രഹ്മോപദേശങ്ങൾ നൽകും എന്ന് പറയുന്നത് എത്ര മഹത്തരമായ ഒരു അനുഭവമായിരിക്കും എന്ന് ആലോചിക്കുക. ഇത് നമ്മൾ ശരിയായി പഠിച്ചാൽ വിജയൻ എന്ന് പറയുന്ന ആ ശ്രേഷ്ഠ ബ്രാഹ്മണൻ്റെ പുനർജന്മം എവിടെ എന്ന് നമ്മൾ അവസാന ഭാഗത്ത് കണ്ടെത്താനായി സാധിക്കും. ഇത്രയും കാര്യങ്ങൾ വ്യക്തമാക്കി ബാലശാസ്താവ് മറഞ്ഞു. പിന്നീട് ബ്രാഹ്മണനുണ്ടായ ജന്മം എന്നത് പന്തള പാലകനായിട്ടുള്ള രാജശേഖരൻ എന്ന രാജാവാണെന്നും ധർമ്മശാസ്താവിൻ്റെ അവതാരമായി ഭവിച്ചത് വീരമണികണ്ഠൻ ആണ് എന്നും അറിയുക. ബാക്കി അന്തർലീനമായ വിഷയങ്ങൾ, ഇത് സംബന്ധമായ കഥകൾ നേരത്തെ പറഞ്ഞതുകൊണ്ട് ആവർത്തന വിരസത ഒഴിവാക്കാൻ വേണ്ടി അതിലേക്ക് കടക്കുന്നില്ല. കുംഭതള തീർത്ഥത്തിൽ സ്നാനം ചെയ്ത ആ ഒരു മാഹാത്മ്യത്തിൽ വിജയൻ എന്ന് പറയുന്ന ബ്രാഹ്മണന് ലഭിച്ച അഭ്യുദയം എത്ര വലുതായിരുന്നു എന്ന് മനസ്സിലാക്കുക. അതനുസരിച്ചിട്ട് ശബരിമല യാത്രയിൽ തീർത്ഥാടകർ എല്ലാവരും ഏത് തീർത്ഥത്തിൽ പോകുന്നതിന് നമുക്ക് മാനസികമായി ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നിയാലും ഒരു കാരണവശാലും കുംഭതള തീർത്ഥത്തിലുള്ള അല്ലെങ്കിൽ കുംഭതള തീർത്ഥ സ്നാനം എന്ന് പറയുന്നത് ശബരിമല തീർത്ഥാടനത്തിൻ്റെ ഒരു ഒഴിവാക്കാനാവാത്ത ഒരു ഭാഗമാണ് എന്ന പൂർണ്ണ മനസ്സോടുകൂടി ഈ തീർത്ഥയാത്ര അവസാനിപ്പിക്കുക എന്നതാണ് ഇതിനെക്കുറിച്ച് ചൂണ്ടിക്കാണിക്കാനുള്ളത്. ഇതിനോടനുബന്ധമായി ഒരു കഥ മറ്റൊന്ന് ചൂണ്ടിക്കാണിക്കുകയാണ്. അത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായതുകൊണ്ടാണ് പറയുന്നത്. ശബരിമലയിൽ രണ്ട് പ്രധാനപ്പെട്ട ഉത്സവങ്ങളിൽ ചാർത്തുന്ന തിരുവാഭരണങ്ങളെക്കുറിച്ച് എല്ലാവരും കേട്ടിട്ടുണ്ട്. എല്ലാവരും അറിയുന്ന തിരുവാഭരണം എന്ന് പറയുന്നത് ഏത് എന്ന് ചോദിച്ചാൽ അത് മകരസംക്രമത്തിന് ഉപയോഗിക്കുന്നതായ സാക്ഷാൽ തിരുവാഭരണം. പക്ഷെ അതിനേക്കാൾ ഉപരി 1973
ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ മഹാരാജാവ് ഒരു തിരുവാഭരണം തിരുനടയിൽ വച്ചിട്ടുണ്ട്. ഇന്നത്തെ വിലയ്ക്ക് കോടികളുടെ രൂപയ്ക്ക് അടുത്താണ് അതിന് വില നിൽക്കുന്നത്. ആ തിരുവാഭരണമാണ് 450 പവൻ തൂക്കം വരുന്ന ആ ആഭരണം നമുക്ക് ചാർത്തി തൊഴാനായിട്ട് സാധിക്കുന്നത് 41 മാത്രമാണ്. 41 എന്നുദ്ദേശിക്കുന്നത് സാധാരണ രീതിയിൽ വരുന്നത് ഡിസംബർ 26-ാം തീയതിയാണ്. അപ്പം അത് സംബന്ധമായിട്ടുള്ള ആ ഒരു കഥ കൂടി ഇതിനോട് അനുബന്ധമായി ചേർക്കാം. ഈ തിരുവാഭരണം, 2 തിരുവാഭരണങ്ങളിൽ ഒന്നാമത്തേത് തങ്കയങ്കിയാണ്. ഒന്നാമത്തേത് എന്ന് പറയാൻ ആദ്യം ഉപയോഗിക്കുന്നതാണ് തങ്കയങ്കി. അതിനെക്കുറിച്ചുള്ള ആ വ്യക്തമായ ചരിത്രം ഒന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായതുകൊണ്ടാണ് അത് വ്യക്തമാക്കുന്നത്. മണ്ഡലപൂജാവേളയിൽ ശബരിമല ശ്രീധർമ്മശാസ്താവിന് ചാർത്താൻ വേണ്ടി തിരുവിതാംകൂർ മഹാരാജാവ് ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ 1973 നടക്കി വെച്ചതാണ് തങ്കയങ്കി. 450 പവൻ അഥവാ 3 കിലോ 600 ഗ്രാം തൂക്കമുള്ള തങ്കയങ്കി മണ്ഡലപൂജ സമാപന ദിവസമായ ഡിസംബർ 26-നാണ് അഥവാ ധനു 11-നാണ് പ്രധാനമായും ചാർത്തുന്നത്. മണ്ഡലപൂജയ്ക്ക് 2 ദിവസം മുമ്പാണ് തങ്കയങ്കി ആറന്മുളയിൽ നിന്നും യാത്ര തിരിക്കുക. ഇത് സൂക്ഷിക്കുന്നത് ദേവസ്വം ബോർഡിൻ്റെ സ്ട്രോങ് റൂമിലാണ്. രഥയാത്രയായാണ് തങ്കയങ്കി കൊണ്ടുവരുന്നത്. രഥം ശബരിമല ശ്രീകോവിലിൻ്റെ മാതൃകയിൽ 18-ാം പടിയും കൊടിമരവും ഒക്കെയായി ജീപ്പിൻ്റെ തയ്യാർ ചെയ്തിരിക്കുന്നതാണ് രഥം. ആദ്യകാലത്ത് കോട്ടയത്ത് നിന്നും ഹംസരഥത്തിലായിരുന്നു തങ്കയങ്കിയുടെ യാത്ര. ഇപ്പോൾ തങ്കയങ്കി കൊണ്ടുവരുന്ന കോഴഞ്ചേരി കൊച്ചിരയത്ത് തങ്കപ്പനാചാരിക്കാണ് രഥം തെളിയിക്കാനുള്ള നിയോഗമുണ്ടായിരുന്നത്. ഇപ്പോൾ തങ്കപ്പനാചാരി സ്വന്തം ജീപ്പിൽ തയ്യാറാക്കുന്ന രഥത്തിലാണ് ഇത് കൊണ്ടുവരുന്നത്. ഈ നിയോഗം പൂർത്തിയാക്കാൻ വേണ്ടി സ്വന്തം ജീപ്പ് തന്നെ രഥമാക്കി മാറ്റുകയാണ്. ഇവിടെ വിശ്വാസത്തിൻ്റെ ഒരു അനുഭവകഥ ഇതിൻ്റെ പിന്നിലുണ്ട്. വർഷങ്ങൾക്കപ്പുറത്ത് കോട്ടയത്ത് നിന്നും ഹംസരഥം ഏറ്റുവാങ്ങി ആറന്മുള എത്തിക്കാനുള്ള ദൗത്യവുമായാണ് തങ്കപ്പനാചാരി കോട്ടയത്തെത്തിയത്. ഹംസരഥം ഒരുക്കുന്നതിന് തുടർന്ന് പിറ്റേന്ന് തങ്കയങ്കി ഘോഷയാത്ര ആരംഭിക്കേണ്ടതാണ്. അന്ന് രാത്രി ജീപ്പ് മോഷണം പോയി. തിരുനക്കര അമ്പലത്തിൻ്റെ വടക്കേ നടയിൽ പാർക്ക് ചെയ്തിരുന്ന ജീപ്പാണ് മോഷണം പോയത്. പിറ്റേന്ന് പുലർച്ചെ രഥമൊരുക്കി ആറന്മുളയിൽ എത്തുകയും വേണം. തങ്കപ്പനാചാരി അയ്യപ്പസ്വാമിയെ മനമുരുകി പ്രാർത്ഥിച്ചു. തൻ്റെ ജീപ്പ് തിരികെ കിട്ടിയാൽ വീട്ടിൽ വെച്ച് തന്നെ സ്വന്തം ജീപ്പിൽ രഥം തയ്യാറാക്കി ഇനി മുതൽ തങ്കയങ്കി സന്നിധാനത്തെത്തിക്കാമെന്ന് ഉള്ളുരുകി പ്രാർത്ഥിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, പുലർച്ചയ്ക്ക് മുമ്പ് മോഷണം പോയ ജീപ്പ് കഞ്ഞിക്കുഴി സമീപത്ത് നിന്നും ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തി. വീട് പണിക്കായി വീട്ടിൽ സൂക്ഷിച്ചിരുന്ന തടി കൊണ്ട് ക്ഷേത്ര മാതൃകയിൽ രഥമൊരുക്കി അത് തെളിയിച്ച് തങ്കപ്പനാചാരി കൃത്യസമയത്ത് തന്നെ ഹംസരഥത്തിനു പകരം സ്വന്തം രഥത്തിൽ തിരുവാഭരണം അഥവാ തങ്കയങ്കി പമ്പയിലെത്തിച്ചു. തുടർന്ന് അന്നു മുതൽ തങ്കയങ്കി വഹിക്കുന്ന രഥത്തിൻ്റെ സാരഥിയായി തുടരുന്നതിനോടൊപ്പം രഥത്തിൻ്റെ കമനീയമായ ചിത്രപ്പണികളും പുലിയുമായി നിൽക്കുന്ന അയ്യപ്പസ്വാമിയും പന്തളം കൊട്ടാരത്തിൽ പ്രവേശിക്കുന്ന രംഗവുമെല്ലാം ചാരുതയോടെ അതിൽ വരച്ചു ചേർത്തിട്ടുണ്ട്. ശബരിപാതയിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയാണ് രഥം മുന്നോട്ടേക്ക് പോകുന്നത്. ആറന്മുളയിൽ നിന്നും എടുക്കുന്ന തങ്കയങ്കി കോഴഞ്ചേരി, കാരുവേലി, ഇലന്തൂർ, പ്രക്കാനം, ഓമല്ലൂർ, കൊടുന്തറ, പത്തനംതിട്ട, മണ്ണാറക്കുളഞ്ഞി, റാന്നി, വടശ്ശേരിക്കര, പ്രയാർ, മാടമൺ, പെരുന്നാട്, പ്ലാപ്പിള്ളി, നിലയ്ക്കൽ, ചാലക്കയം വഴി പമ്പയിലെത്തും. പമ്പ ഗണപതി കോവിലിലാണ് പേടകം തുറന്ന് ഭക്തർക്ക് ദർശനം നൽകുന്നത്. പമ്പയിൽ നിന്ന് ഈ പേടകം ശിരസിലേറ്റി ശരംകുത്തി വഴി സന്നിധാനത്തെത്തുമ്പോൾ മേൽശാന്തിയും ദേവസ്വം ഉദ്യോഗസ്ഥരും ചേർന്ന് ഏറ്റുവാങ്ങി സന്നിധാനത്ത്
അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തി ദീപാരാധന നടത്തുന്നു. തങ്കയങ്കി ആറന്മുളയിൽ എത്തിച്ച് തിരികെ സ്ട്രോങ് റൂമിൽ സൂക്ഷിക്കുകയും ചെയ്യും. ഇത് ഡിസംബർ മാസം 26-ാം തീയതി നടക്കുന്ന 41 അഥവാ മകര സംക്രമത്തിന് തൊട്ടു മുമ്പുള്ള ഉത്സവം എന്ന നിലയിൽ ആ ദിവസം ഭഗവാനെ അണിയിക്കുന്നതാണ് തങ്കയങ്കി എന്ന വിവരവും അത് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളുമാണ് ഇപ്പോൾ ഇതിൽ നമ്മൾ പൂർത്തിയാക്കുന്നത്. ഇനി ശബരീശൻ്റെ അദമ്യമായ ശക്തി വെളിവാക്കുന്ന മറ്റൊരു കഥയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നതിന് മുൻപുള്ളതാണ് ഈ കഥ സൂചിപ്പിക്കുന്നത്. അന്നത്തെ വൈസ്രോയി മൗണ്ട് ബാറ്റൻ പ്രഭുവും അന്നത്തെ തിരുവിതാംകൂറിൻ്റെ മന്ത്രിയായിരുന്നത് അഥവാ ദിവാനായിരുന്നത് തമിഴ്നാട്ടുകാരനായ ഒരു ബ്രാഹ്മണനുമായിരുന്നു. ആ കഥ 28ാമത് എപ്പിസോഡിൽ നമുക്ക് വ്യക്തമാക്കാം. സ്വാമിയേ ശരണമയ്യപ്പ. അയ്യപ്പ ദർശനം നിങ്ങൾക്കായി സമർപ്പിച്ചത് അക്ഷയ കാറ്ററിംഗ് തൊടുപുഴ. കോസ്പോൺസേഡ് ബൈ വുഡ്ലാൻഡ് പ്യൂർ വെജിറ്റേറിയൻ ഹോട്ടൽ തൊടുപുഴ. കാൽ നൂറ്റാണ്ടിന്റെ വിശ്വസ്ത പാരമ്പര്യവുമായി അക്ഷയ കേറ്ററിംഗ് തൊടുപുഴ. ആഘോഷങ്ങൾ ഏതുമാവട്ടെ എല്ലാത്തരം വെജ് നോൺ വെജ് വിഭവങ്ങളും പൂർണ്ണ ഉത്തരവാദിത്തത്തോടെ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നു. നിങ്ങളുടെ നാവിലെ രസമുകുളങ്ങളെ തൊട്ടുണർത്തുന്ന രുചി വൈവിധ്യങ്ങൾ, സ്വാദിലൊരൽപ്പം പോലും വിട്ടുവീഴ്ചയില്ലാതെ പാരമ്പര്യ തനിമ നഷ്ടപ്പെടാതെ വിഭവസമൃദ്ധമായി നിങ്ങളുടെ ആഘോഷങ്ങളെ വരവേൽക്കൂ. അക്ഷയ കേറ്ററിംഗ് തൊടുപുഴയ്ക്കൊപ്പം ഫോൺ 9744066785. അക്ഷയ കേറ്ററിംഗ് തൊടുപുഴ. ഹൈറേഞ്ചിന്റെ കവാടമായ തൊടുപുഴയിൽ രുചിവൈവിധ്യങ്ങളുടെ നിറക്കലവറയായി വുഡ്ലാൻഡ്സ് വെജിറ്റേറിയൻ ഹോട്ടൽ. കൈപുണ്യത്തിന്റെ മികവ് തെളിയിച്ചുകൊണ്ട് വിവിധയിനം ദോശകൾ, നോർത്ത് ഇന്ത്യൻ, ചൈനീസ് എന്നിങ്ങനെ കലർപ്പില്ലാത്ത വെജിറ്റേറിയൻ വിഭവങ്ങൾ. ഗ്രഹാതുരത്വം തുളുമ്പുന്ന അന്തരീക്ഷത്തിൽ വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ വുഡ്ലാൻഡ്സ് വെജിറ്റേറിയൻ ഹോട്ടൽ തൊടുപുഴ മൂവാറ്റുപുഴ റോഡ്, മടക്കത്താനം, കൊച്ചങ്ങാടി. ഇരട്ടി മധുരവുമായി വുഡ്ലാൻഡ് സ്വീറ്റ്സ് എന്ന മധുരക്കലവറയും. ഞങ്ങളുടെ മറ്റൊരു സഹോദര സ്ഥാപനം വിജയ ബ്രിക്സ്, മടക്കത്താനം, കൊച്ചങ്ങാടി.